സഖാക്കൾക്കിപ്പോൾ പാർട്ടി ക്ലാസിന്റെ കൂടെ MBBSന്റെ ക്ലാസ് കൂടി ഉണ്ടെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി സോഷ്യൽ മീഡിയ തുറന്നാൽ കേരളത്തിലെ ഡോക്ടർമാരെയും മെഡിക്കൽ രംഗത്തെ വിദഗ്ധരെയും തോൽപ്പിക്കും വിധമാണ് സഖാക്കളുടെ MBBS ക്ലാസ്. സംഭവം മറ്റൊന്നുമല്ല, ഷാഫിക്ക് പരിക്കേറ്റ സംഭവവുമായി ഉണ്ടാകുന്ന തർക്കങ്ങളാണ്. മൂക്കിന് പരിക്കേറ്റ ഷാഫിക്ക് 3 ശസ്ത്രക്രിയകളാണ് ചെയ്തത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഷാഫിയെ വിവിധ നേതാക്കൾ സന്ദർശിക്കുന്ന ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഷാഫിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിട്ടില്ല എന്ന ആരോപണമാണ് സൈബർ സഖാക്കൾ ഉയർത്തുന്നത്. അതിന് കാരണമായി പറയുന്നത് ഷാഫിയെ മൂക്കിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് മീശയും താടിയും വടിക്കാത്തത് എന്നാണ്. സൈബർ സഖാക്കളുടെ ഈ ചോദ്യം, സത്യത്തിൽ ഇവർ ചോദിച്ച ചോദ്യത്തിന് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? എങ്കിൽ ഉണ്ട്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ ചോദ്യം ഒരു 20 വർഷം മുമ്പ് ചോദിക്കണമായിരുന്നു. കാരണം സർജറി ചെയ്യുമ്പോൾ താടിയും മുടിയും രോമങ്ങളും വടിക്കുന്നത് സർജറി ചെയ്യുന്ന ഭാഗത്ത് മുറിവുണ്ടാകുമ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാനാണ്. അതിപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത്തരത്തിൽ സർജറി ചെയ്യേണ്ട ഭാഗങ്ങൾ മുഴുവനായി തുറന്ന് ചികിത്സിക്കുന്ന രീതി ഇപ്പോൾ വ്യാപകമായി ഇല്ല. അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയ മേജർ സർജറികൾ മാത്രമാണ് മുഴുവനായി കീറി ചെയ്യുന്നത്. പകരം ഇപ്പോൾ കീഹോൾ സർജറികൾ, എൻഡോസ്കോപ്പിക് സർജറികൾ ഒക്കെയാണ് നടത്തുന്നത്. ഷാഫിക്ക് ചെയ്തതും ഇതേ സർജറി തന്നെയാണ്. കൃത്യമായി പറഞ്ഞാൽ നേസൽ എൻഡോസ്കോപ്പിക് സർജറിയാണ് ഷാഫിക്ക് ചെയ്തത്. ഇത് ചെയ്യുന്നത് ആദ്യം ഒരു ചെറിയ ക്യാമറയോട് കൂടിയ എൻഡോസ്കോപ്പിക് ഉപകരണം മൂക്കിലൂടെ കയറ്റും. പിന്നീട് മോണിറ്ററിലൂടെ നിരീക്ഷിക്കുന്ന ഡോക്ടർ ശസ്ത്രക്രിയാ മെഷീനുകൾ അകത്തോട്ട് ഇട്ട് സർജറി നടത്തും. ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയകൾക്ക് 24 മണിക്കൂർ മുതൽ 3 ദിവസം വരെയൊക്കെയാണ് വിശ്രമം ആവശ്യപ്പെടുന്നത്. കാരണം വലിയ സർജറിയെ അപേക്ഷിച്ച് ഇതിൽ ഇൻഫെക്ഷൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ വിസിറ്റേഴ്സിനെ അനുവദിക്കുകയും വീട്ടിലേക്ക് മടക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ സഖാക്കൾ പറഞ്ഞതുപോലെ ഷേവിംഗ് ചെയ്യേണ്ട ആവശ്യവും ഇതിനില്ല. വിഷയം ഇതാണ്: ഷാഫിക്ക് എതിരെയുള്ള അക്രമം മനഃപൂർവ്വമാണെന്ന് റൂറൽ SP KE ബൈജു സ്ഥിരീകരിച്ചു കഴിഞ്ഞു. തങ്ങളുടെ കൂട്ടത്തിലെ ചിലർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചെന്ന് SP പറഞ്ഞു. അത് ആരാണെന്ന് കണ്ടെത്താൻ അന്വേഷണം നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ പേരാമ്പ്രയിൽ ലാത്തിചാർജ് നടന്നിട്ടില്ലെന്നും ബൈജു ആവർത്തിച്ചു. നമ്മുടെ MP-യെ പുറകിൽ നിന്ന് ലാത്തി കൊണ്ട് അടിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു. വടകരയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കവെയാണ് ബൈജുവിന്റെ പ്രതികരണം. കമാൻഡ് ചെയ്യും, വിസിലടിക്കും, അടിച്ചോടിക്കും, അങ്ങനെയാണ് ലാത്തി ചാർജ് നടത്തുക. അത് നടന്നിട്ടില്ല. പക്ഷേ നമ്മുടെ കൂട്ടത്തിലെ ചില ആളുകൾ മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു. അത് പിന്നീട് മനസ്സിലാക്കി. ആരാണെന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം പറഞ്ഞു. നേരത്തെ തന്നെ ലാത്തി ചാർജ് നടന്നിട്ടില്ലെന്ന് KE ബൈജു പറഞ്ഞു. ലാത്തി ചാർജ് നടന്നതായി ഒരു വിഷ്വലെങ്കിലും കാണിക്കാൻ ആർക്കും കഴിയില്ല. 1.5 മണിക്കൂറോളം റോഡ് ബ്ലോക്ക് ആയതോടെ ടിയർ ഗ്യാസ് പ്രയോഗിക്കുക മാത്രമാണ് പോലീസ് ചെയ്തതെന്നും KE ബൈജു പറഞ്ഞിരുന്നു. എന്നാൽ SP-യുടെ വിശദീകരണത്തിന് പിന്നാലെ പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലിന് പോലീസിന്റെ അടിയേൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ലാത്തി കൊണ്ട് ഷാഫി പറമ്പിലിന്റെ തലയ്ക്ക് പോലീസ് അടിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാവുന്നത്. ഇതും പോരാഞ്ഞിട്ട് പേരാമ്പ്രയിലെ കോൺഗ്രസ് CPM സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ MP-ക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല, കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെ 8 UDF നേതാക്കൾക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന 692 പേർക്കെതിരെയുമാണ് കേസ്. ഗതാഗത തടസ്സം സൃഷ്ടിച്ചു, മാരകായുധങ്ങൾ ഉപയോഗിച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നൊക്കെയാണ് FIR-ൽ പറയുന്നത്.